കോഴിക്കോട് താമരശ്ശേരിയിൽ സ്കൂട്ടർ സെന്റർ സ്റ്റാൻഡിൽ നിർത്തി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കവേ ഹെൽമറ്റ് ധരിക്കാത്തതിന് പിഴ ഈടാക്കി പോലീസ്. താമരശ്ശേരി സ്വദേശി സുബൈർ നിസാമിനാണ് പാനൂർ പോലീസ് പിഴ ഈടാക്കിയത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും രമ്യാദാസ് ചേരുന്നുണ്ട്. രമ്യ, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ഹെൽമറ്റ് ധരിക്കാത്തതിനാണ് താമരശ്ശേരി സ്വദേശിയായ സുബൈർ നിസാമിന് 500 രൂപ പിഴ ഈടാക്കിയിട്ടുള്ളത്. ഈ വാഹനം ഓടിക്കുമ്പോഴല്ല ഇത്തരത്തിൽ പിഴ വന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും രസകരമായ ഒരു സംഭവം. അതായത് കഴിഞ്ഞ 1-ാം തീയതി ഈ സുബൈർ നിസാം പാനൂരിൽ പോയിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇദ്ദേഹത്തിന്റെ വാഹനം ഓഫായി. ഇതിനെ തുടർന്ന് ഇദ്ദേഹം വഴിയോരത്ത് നിർത്തിയിട്ടതിന് ശേഷം സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും വാഹനം സ്റ്റാർട്ട് ആയിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ഹെൽമറ്റ് താഴെ വെച്ച് വാഹനം സെൻട്രൽ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് കിക്കർ അടിച്ചുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതുവഴി പാനൂർ പോലീസ് പോയിരുന്നു. ഈ പാനൂർ പോലീസ് ഇദ്ദേഹത്തിന് ഫോട്ടോയും എടുത്തു. ഈ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണെന്ന് സുബൈറിന് മനസ്സിലായിരുന്നില്ല. സുബൈർ ഇവരെ നോക്കി ചിരിക്കുകയും ചെയ്തിരുന്നു. സുബൈറിന്റെ വാഹനം പിന്നീട് സ്റ്റാർട്ട് ആവുകയും സുബൈർ അവിടുന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇത്തരത്തിൽ ഫൈൻ കിടക്കുന്നത് സുബൈർ അറിയുന്നത്. അന്ന് ഈ പാനൂർ പോലീസ് എടുത്ത ഈ ഫോട്ടോ തന്നെയാണ് ഈ ചാനലിൽ വന്നിരിക്കുന്നത്. നമ്മൾ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഫോട്ടോകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. ഇപ്പോഴാണ് സുബൈർ അറിയുന്നത് ഇത്തരത്തിൽ അന്ന് നടന്ന സംഭവം ഈ ചലാൻ അടിക്കാൻ വേണ്ടിയായിരുന്നു ഇവർ ഈ ഫോട്ടോ എടുത്തതെന്നുള്ളത് തന്നെയാണ്. പക്ഷെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴല്ല, വാഹനം നിർത്തിയിട്ട് ഇദ്ദേഹത്തിന് വാഹനം ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതിടെയാണ് ഇത്തരത്തിലൊരു ഫൈൻ വന്നത് എന്നുള്ളത് തന്നെയാണ് ഈ വാർത്തയിലെ ഏറ്റവും രസകരമായ സംഭവം. എന്തായാലും ഏറ്റവും വിചിത്രമായ പിഴ ഈടാക്കൽ രീതികളൊക്കെയാണ് നടപ്പിലാക്കപ്പെടുന്നത്. കോഴിക്കോട് നിന്നും രമ്യാദാസ് ആണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലയിലെ പാനൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ഒരു റോഡ് സൈഡിൽ എൻ്റെ വണ്ടി ഓഫാവുകയും വണ്ടിക്ക് സെൽഫ് ഇല്ലാത്തതുകൊണ്ട് സെൻട്രൽ സ്റ്റാൻഡിൽ കയറ്റി ഞാൻ കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലൂടെ ഒരു പോലീസ് വണ്ടി വരികയും എൻ്റെ ഫോട്ടോ എടുത്തതായിട്ട് എനിക്കൊരു സംശയമുണ്ടായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞപ്പോൾ അത് അടക്കാൻ പോയ സന്ദർഭത്തിലാണ് എന്തെങ്കിലും ഫൈനുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കാറുണ്ട്. ആ നോക്കും